കണ്ടില്ലേ? ഇപ്പൊ ഫുള്ള് ക്രംസും മറിഞ്ഞു, ഫുള്ള് ക്രംസും കേക്കിന്റെ സ്പഞ്ചൊന്നും കാണുന്നില്ല, ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ക്രീം നിങ്ങൾ പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് തന്നെ മേലിട്ട് കൊടുക്കുക കേട്ടോ. ക്രീം ഇട്ടിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഐസിങ് നൈഫ് വെച്ചിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യാം. സൈഡും അതേപോലെ എന്ത് ചെയ്യാം, കവർ ചെയ്തെടുക്കുക കേട്ടോ. ഇത്ര മതി. ഞങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ ക്രീം വേണ്ട. അപ്പൊ നമ്മളൊരു കേക്ക് കവർ ചെയ്യാനുള്ള ക്രീം നമ്മൾ ഇതിലിട്ടിട്ട് ഇനി നമ്മൾ നോർമൽ ഇതാ ഈ കോഡ് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ കേക്ക് സൈഡ് ഫിനിഷ് ആയി കിട്ടും. അതിന് നമ്മളെ കേക്ക് ടേബിൾ നമുക്ക് നല്ല ബാലൻസ് വേണം കേട്ടോ. നല്ല റൊട്ടേറ്റ് ചെയ്യണം, തിരിയണം. ഇത് ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റക്ക് ആകുമ്പോൾ നമ്മൾ ആ സ്ക്രാപ്പർ യൂസ് ചെയ്യുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അതിൽ അച്ച് വരും. അപ്പം എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തിരിയണം നമ്മളെ ടേബിള്. ഇതാ സൈഡ് മതി. സൈഡ് ഫിനിഷ് ആയിട്ടോ. ഇതാ കണ്ടില്ലേ, കേക്കിന്റെ സൈഡ് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ചെയ്യുന്നത്. ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഫിനിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഉള്ളിൽ വലിച്ചു കൊടുക്കുക, അങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കാം കേട്ടോ. നമ്മള് മുകൾ ഭാഗം സൈഡും എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഒരു ടവലൊക്കെ വെച്ചിട്ട് ഇതാ കേക്ക് ടേബിൾ ക്ലീൻ ചെയ്യാം. ഓരോ ടൈം ചെയ്യുമ്പോൾ നമ്മൾ കേക്ക് ടേബിൾ ക്ലീൻ ചെയ്യണം. ടേബിൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിന്റെ സൈഡിലുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻ കൊടുക്കണം. ഇതാ ഞാൻ ചോക്ലേറ്റിന്റെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇതാ ഒരു ന്യൂസ് പേപ്പറിൽ ഇട്ടിട്ടുണ്ട്. ഈ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. ഡയറക്റ്റ് വെച്ചാൽ നമ്മളെ കയ്യിലൊക്കെ ഒട്ടിയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടൂല. ഫസ്റ്റ് കോട്ട് ഇട്ട് ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം സെക്കൻഡ് കോട്ട് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കണ്ട. സെക്കൻഡ് കോട്ട് ഇട്ട കൂടെ തന്നെ നമുക്ക് ഈ ഡെക്കറേഷൻ ചെയ്യണം. സെക്കൻഡ് കോട്ട് ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ഇതുമ്പോൾ പിടിക്കൂല കേട്ടോ. അപ്പൊ അതാ ഇങ്ങനെ സ്ക്രാപ്പർ എടുത്തിട്ട് അടിയിൽ നിന്ന് മേലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കാം കേട്ടോ. സൈഡില് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സൈഡ് ഫുള്ള് കവർ ചെയ്തെടുക്കാം കേട്ടോ ചോക്ലേറ്റ്. കത്തി വെച്ചിട്ടാണ് ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കത്തി വെച്ചിട്ടാണ് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ പീലറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ഗ്രേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കേക്ക് ഫുള്ള് ചോക്ലേറ്റ് സൈഡിൽ കവർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇതിന്റെ മേലെ ഡെക്കറേഷൻ കൊടുക്കണം. അപ്പൊ അതിന് യൂസ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റാർ നോസിലാണ്. നോസിൽ എങ്ങനെ ഇടാന്ന് നോക്കിയതാ. നമ്മൾ നോർമൽ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ആദ്യം നോസിലിടാം. കണ്ടോ, നോസിലിട്ടിട്ട് നോസിലൊന്ന് ബാക്കൊന്ന് കുറച്ചിങ്ങനെ തള്ളി പിടിച്ചിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് നോസിൽ താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഈ നോസിൽ ഇത്ര പുറത്തേക്ക് വരണം കേട്ടോ. ഇത്ര പുറത്തേക്ക് വരണം. എന്നിട്ട് നമുക്ക് ഇതില് ക്രീം നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ കേക്ക് ഉണ്ടല്ലേ, സൈഡിൽ ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്ത് ബോർഡൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മേലെ ഫ്ലവർ വെക്കാം കേട്ടോ. ഇതാ ഫ്ലവർ വെക്കണേ. നമ്മളെ നോസിൽ കേക്ക് ടച്ച് ചെയ്യാതെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട്
റൗണ്ട് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ? പ്രസ് ചെയ്യാ, റൗണ്ട് ചെയ്യാം. ഇതങ്ങനെ പ്രസ് ചെയ്യാം, റൗണ്ട് ചെയ്യാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് റൗണ്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. കേക്കിൽ നമ്മുടെ നോസിൽ ടച്ച് ചെയ്യരുത്. അപ്പൊ നമ്മൾ നല്ല ഭംഗിയുള്ള പൂ വെച്ചിട്ടുണ്ട്. ആ ഒരു നോസിൽ വെച്ചിട്ട് ഫുള്ള് പൂ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കേക്കിൽ ഫുള്ള് പൂ വെച്ചിട്ടുണ്ട്. ഇത്ര ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേട്ടോ.